ഇപ്പൊ എന്താ ഇതേപോലെ ഒരു കൂട്ടില് നമ്മൾ ഇങ്ങനെ കോഴികളെ വളർത്തിയാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് അരിച്ചു കിട്ടിയ വളം കിട്ടും. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാ കൃഷി ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എന്താ ഇതേപോലെ വന്ന ഈ അരിച്ചു കിട്ടിയ ഈ വളത്തിനെ നമ്മൾ ആദ്യം ഒരു ട്രേയില് നമ്മളിങ്ങനെ കളക്ട് ചെയ്യുക. ഇതിനെ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇതേപോലെ വളമൊക്കെ ഇട്ട് കൊടുത്ത് പരിപോഷിപ്പിച്ച് കൊണ്ടുവരുന്ന ചെടികളാണ്. അതിന്റെ ഇലയും അതിന്റെ മൊട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ള ഫുഡ് വേസ്റ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റില് നല്ലപോലെ ഗ്രോത്ത് തന്നെയാണ് ചെടികൾ കാണിക്കുന്നത്. അപ്പൊ ഇതിന് ചുറ്റും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എല്ലാ ചെടിക്കും നമുക്ക് ഈ വളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഫ്രൂട്ട്സിനാണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസിനാണെന്നുണ്ടെങ്കിലും പൂക്കളുടെ ചെടികൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ ചെടിക്കും ഇത് ഒരുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നവയാണ്. ഇതിപ്പോ നമ്മുടെ കമ്പനിയിൽ തന്നെ വളർത്തുന്ന ബീൻസ് ചെടിയാണ്. അപ്പൊ നമ്മുടെ ക്ലൈമറ്റിലൊക്കെ ഇത് വളരാനായിട്ട് കുറച്ച് പാടാണ്. അപ്പം അതുപോലും എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. കണ്ടോ, ഒരുപാട് ബീൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിന് വേറൊന്നും വേണ്ട. ചെടിയുടെ ചുവട്ടില് ഒരു പിടി കമ്പോസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് പിന്നെ നമ്മുടെ ഇവിടുത്തെ വേപ്പാണ്. വേപ്പ് കണ്ടില്ലേ, പൂത്ത് തുടങ്ങിയത്. അതിന്റെ പൊക്കം കണ്ട, ഈ പൊക്കത്തിൽ തന്നെ അത് പൂക്കാൻ തുടങ്ങി. ഇത് പിന്നെ സൂര്യകാന്തിയാണ്, അതും ഏകദേശം ആയിട്ടുണ്ട്. എല്ലാത്തിനും ഇട്ട് കൊടുക്കാം കേട്ടോ വളം. പിന്നെ ഉള്ളത് വന്നിട്ട് നമുക്കിത് പാവലിന്റെയും പടവലത്തിന്റെ ഒരു കൃഷിയാണ്. പാവലൊക്കെ കണ്ടോ ആയിട്ടുണ്ട്. ഈ ചെടികളിലൊക്കെ നമ്മൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു വളം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റിൽ നിന്ന് തന്നെ കമ്പോസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ചെറിയ രീതിക്ക് നമുക്ക് വീട്ടില് ഒരു ദിവസത്തിന് ആവശ്യമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റിനെയൊക്കെ മാനേജ് ചെയ്തിട്ട് ഇതേപോലെ കൊച്ചു കൊച്ചു കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.